Respected Sri Rajesh sir, respected teachers of TD BTS, and Mr. Sojakumar, the president of PTA, and my dear students. Happy Independence Day. Happy Independence Day. Happy Independence Day. Happy Independence Day. Okay, I wish you all a happy Independence Day. Vande Mataram. Vande Mataram. Vande Mataram. Vande Mataram. Vande Mataram. ഓക്കെ, ഇന്ന് ഭാരതത്തിൻ്റെ 77ാം വാർഷികം. ഇൻഡിപെൻഡൻസ് ഡേയുടെ ആനിവേഴ്സറി 77ഉം 78ാം ദിനവുമാണ്, സ്വാതന്ത്ര്യ ദിനവുമാണ്. ഓക്കെ, രണ്ടിനും തമ്മിലൊരു ചെറിയ വ്യത്യാസം. 77ാം വാർഷികമാണ്, 78ാം ദിനമാണ്. ഓക്കെ, റൈറ്റ്. അപ്പോ ആ ശുഭ അവസരത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ പഠിച്ച ഈ വിദ്യാലയത്തിൽ ഇവിടെ ഒന്നുകൂടി വരാനും പുതിയ തലമുറയിലെ കുട്ടികളെ കാണാനും പരിചയപ്പെടാനും അവർക്ക് മംഗളങ്ങൾ നേരാനും ഒരവസരം തന്നതിന് സ്കൂൾ മാനേജ്മെന്റിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജനറേഷനിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇന്നത്തെ ശ്രീ നരേന്ദ്രമോദിജിയുടെ അഡ്രസ്, ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്, അതായത് ലാൽ കിലയിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചതിന്റെ രൂപം മനസ്സിലാക്കുകയാണെങ്കിൽ 2047 ഇന്ത്യ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ ലോകത്തിലെ വികസിത രാജ്യങ്ങൾ ഒന്നായി. ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ ഭാരതം ലോകത്തിലെ 3ാം ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുള്ള സമ്പദ്ഘടനയുള്ള ഒരു രാഷ്ട്രമായി മാറും. അത് മാത്രമല്ല, 2030 ആകുമ്പോഴേക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏക രാഷ്ട്രം ഇന്ത്യയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെ തിരിക്കുന്ന അച്ചുതണ്ടായിട്ട് മാറാൻ പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമായി ഇന്ത്യ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിലെ പൗരന്മാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ജീവിതകാലത്തിലായിരിക്കും ഇതെല്ലാം നടക്കാൻ പോകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളായിരിക്കും ഇത് നടത്തിയെടുക്കേണ്ടത്. ഏകദേശം 54 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഇതുപോലെ ട്രൈബ് കളർ ഫ്ലാഗ് കയ്യിലെടുത്തുകൊണ്ട് നിങ്ങളെപ്പോലെ ഈ സ്കൂൾ ക്യാമ്പസിൽ നിന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സമാരോഹങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ 62 യുദ്ധം നടക്കുമ്പോൾ, 1962 ഇന്ത്യ സേനയായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഞാൻ LPSലായിരുന്നു, ലോവർ പ്രൈമറി സ്കൂളിൽ. എന്നാൽ 1965 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഞാൻ ഈ സ്കൂളിലായിരുന്നു പഠിച്ചത്. എന്നാൽ 1971, അതായത് ഫേമസ് ആയിട്ടുള്ള ബംഗ്ലാദേശ് വാർ എന്ന് പറയുന്ന, അതായത് ഇൻഡോ പാകിസ്ഥാൻ വാർ 2, അതാണ് ബംഗ്ലാദേശൻ വാർ എന്നറിയപ്പെടുന്നത്. 1971 ആ യുദ്ധം നടക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് യൂണിഫോമിലായിരുന്നു. ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ന് 2024 നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ 34 വർഷത്തെ കമ്മീഷൻഡ് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കേണൽ റാങ്കിൽ വിരമിച്ച് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. അതുകൂടാതെ ഇപ്പോ നടത്തി വരുന്ന ഒരു കോച്ചിങ് അക്കാഡമി ഉണ്ട്.
അത് നിങ്ങളെപ്പോലെ അതുപോലെ നിങ്ങളുടെ ചേട്ടനോ ചേട്ടത്തിമാരോ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ കുട്ടികളെ ഇതുപോലെ സൈനികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഗൈഡൻസ്, കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. ഇന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുകയാണ്, ഞങ്ങളൊക്കെ ചെറിയ കൊച്ചു കുട്ടികളല്ലേ, ഇന്ന് ഇതിനെപ്പറ്റി കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് എന്താണ്, എന്ത് പഠിക്കണം, എന്താകണം എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. 10ാം ക്ലാസ് കഴിയണം, അത് കഴിഞ്ഞ് +2 കഴിയണം, പിന്നെ ഗ്രാജുവേഷൻ കഴിയണം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയണം. ഇതാണ് സാധാരണ ഒരു കേരളീയന്റെ ചിന്ത.